നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പൊട്ടിപ്പുറത്തായി ഏളിംഗ് ഹാലൻഡ് അങ്ങ് തീർത്തു കൊടുത്തു ഹെക്സാ മോഹങ്ങള്. യെസ്, നെയ്മർ ജൂനിയർ ഒടുവിലൊരു പെനാൽറ്റിയിലൂടെ ഗോൾ കണ്ടെത്തിയെങ്കിലും സമയം ഉണ്ടായിരുന്നില്ല പിന്നെ ബ്രസീലിന് തിരികെ വരാൻ. പരിതാപകരമായൊരു പെർഫോമൻസ്. നോർവേയെ പോലൊരു ടീമിനോട് വേണ്ട വിധത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ പോലും കഴിയാതെ ബ്രസീല് നരകിച്ചൊരു മത്സരം. അത് കൃത്യമായിട്ട് ഹാലൻഡ് അവസാന ഘട്ടത്തിൽ എണ്ണം പറഞ്ഞ ഇരട്ട ഗോളുകളോടെ തൻ്റെ ടീമിനെ ഇതാ റൗണ്ട് ഓഫ് 16 നിന്ന് മുന്നോട്ട് കൊണ്ടുപോയി ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഹാലൻഡിന്റെ ഇരട്ട ഗോളുകൾ ബ്രസീലിന് വേണ്ടി നെയ്മർ ഒടുവിൽ കണ്ടെത്തിയ ഒരു പെനാൽറ്റി. 2-1 ബ്രസീലിനെ തോൽപ്പിച്ചുകൊണ്ട് നോർവേ ഇതാ ഫിഫ വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. മത്സരത്തിൽ ബ്രസീലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ മാത്യൂസ് കുഞ്ഞ, വിനി ജൂനിയർ, ഗബ്രിയേൽ മാർട്ടിനെല്ലി, റയാൻ എന്നിവരാണ് ഒരുമിച്ച് അണിനിരുന്നത്. മറുഭാഗത്ത് ന്യൂസയും ഏളിംഗ് ഹാലൻഡും അലക്സാണ്ടർ സോർലോത്തും മാർട്ടിൻ ഒഡേഗാർഡും ഒക്കെ ചേർന്നുകൊണ്ട് നോർവേയുടെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയുടെ തുടക്കത്തിൽ തന്നെ നോർവേ ഒരു വാണിംഗ് കൊടുത്തതാണ് ബ്രസീലിന്. പക്ഷേ അത് ഓഫ് സൈഡായി പോയി. എന്നാൽ പിന്നാലെ മാത്യൂസ് കുഞ്ഞയെ പെനാൽറ്റി ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി, ബ്രൂഡോ ഗുയിബാറസിന്റെ പൂവ പെനാൽറ്റി ഗോൾ കീപ്പർ തടഞ്ഞിട്ടു. അവരുടെ ഗോൾ കീപ്പർ നെയ്ലൻഡിന്റെ മികവും എടുത്തു പറയണം. ആദ്യ പകുതിയിലൊക്കെ പിന്നെ ബ്രസീലിന് വേണ്ട വിധത്തിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവസരങ്ങൾ ഉണ്ടായിരുന്നു, മുതലെടുക്കാൻ പറ്റിയില്ല. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മത്സരം ഗോൾ രഹിത സമനില. രണ്ടാം പകുതിയിൽ എൻട്രിക്കിനെ കളിക്കളത്തിലേക്ക് വിട്ടു കോച്ച് കാർലോ ആഞ്ചലോട്ടി. പക്ഷേ എന്തു ഫലം? എൻട്രിക്ക് വന്ന പാടെ ചില നീക്കങ്ങളൊക്കെ നടത്തിയെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ പോകുന്നു. കളി മുന്നോട്ട് പോകവേ 60 മിനിറ്റ് കഴിഞ്ഞിട്ടും ഗോളില്ല. നെയ്മർ ജൂനിയറെ കളിക്കളത്തിലേക്ക് വിട്ടു. കളി അങ്ങനെ പോയിക്കൊണ്ടിരിക്കവെയാണ് 79ാമത്തെ മിനിറ്റിൽ ഏളിംഗ് ഹാലൻഡ് കിടിലൻ ഹെഡറിലൂടെ പന്ത് ബ്രസീലിന്റെ വലയിലേക്ക് എത്തിക്കുന്നത്. നെയ്മറും കൂടി വന്നതോടുകൂടി ബ്രസീൽ ചില നീക്കങ്ങളൊക്കെ നടത്താൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഹാലൻഡിന്റെ ഈ ഗോള്. എന്നാൽ പിന്നാലെ ഗോൾ മടക്കാനുള്ള ബ്രസീലിന്റെ ശ്രമങ്ങൾക്കിടയിൽ മനോഹരമായിട്ട് വളരെ കാമായിട്ട് ഹാലൻഡ് ഒരു ഷൂട്ടിംഗ് പ്രാക്ടീസ് പോലെ തൊടുത്ത ബോൾ ബ്രസീലിന്റെ വലയിലേക്ക് 90ാം മിനിറ്റിൽ 2-0. അവിടെ തീർന്നു ബ്രസീൽ, അവിടെ തീർന്നു. പിന്നെ കളിയുടെ അവസാന ഘട്ടത്തിൽ ലഭിച്ചൊരു പെനാൽറ്റി, അത് നെയ്മർ ജൂനിയർ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഗോളാക്കി മാറ്റി എന്നല്ലാതെ മറ്റൊന്നും പിന്നെ സംഭവിക്കാനുണ്ടായിരുന്നില്ല. റഫറി അതിന് പിന്നാലെ ഒരു ഫൈനൽ വിസിൽ കൂടി മുടക്കിയതോടെ 2-1 പൊട്ടി ബ്രസീൽ ഇതാ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്നു. എക്സദാടാ ആഞ്ചലോട്ടിയും കുട്ടികളും ഒന്നുമില്ലാതെ മടക്കുന്നു. വീഡിയോസ് ആയിരിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.